അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്കിന്ന് പഠിക്കാനുള്ള പാഠം കഹാവത്തെ എന്നുള്ള പാഠമാണ്. പഴഞ്ചൊല്ലുകളെ കുറിച്ചിട്ട്. പഴഞ്ചൊല്ലിന് പതിരില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പോൾ അത് ഒന്നും ഒഴിവാക്കാനോ ഒന്നുമില്ല. പഴഞ്ചൊല്ലുള്ളത് അതങ്ങനെ തന്നെ ഉള്ളതാണെന്നർത്ഥം. കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നുള്ള ആ ഒരു പഴഞ്ചൊല്ലാണ് നമുക്കിന്ന് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് കുരങ്ങൻ്റെ വിഹിതം എന്നുള്ള കുരങ്ങ വീതിച്ച മാതിരി എന്നുള്ള മറ്റൊരു പഴഞ്ചൊല്ലും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉറുദു വായിക്കുകയാണ്. കഹാവത്തെ. हर कहावत के पीछे कोई दिलचस्प कहानी होती है. कहावत के चंद अल्फाज वो बात बयां कर देते हैं जिसके लिए कई सफ़हात की ज़रूरत हो सकती है. हर कहावत इंसानी तजर्बे का निचोड़ पेश करती है. बच्चों, इस सबक में आप दो कहावतें पढ़ेंगे. अंगूर खट्टे और बंदर बांड. കഹാവത്തെ പഴഞ്ചൊല്ലുകൾ. ഹർ കഹാവത്ത് കെ പീച്ചെ എല്ലാ പഴഞ്ചൊല്ലിൻ്റെയും പിറകിൽ കോയി ഏതെങ്കിലും ദിൽചസ്പ് മനോഹരമായ ഹൃദയഹാരിയായിട്ടുള്ള ഹൃദയത്തിന് സന്തോഷം നൽകുന്ന കഹാനി ഹോത്തിയെ ഒരു കഥ ഉണ്ടാകും. കഹാവത്ത് കെ ചന്ദ് അൽഫാസ് വോ ബാത്ത് ബയാൻ കർ ദേത്തെ ഹേ. പഴഞ്ചൊല്ലിൻ്റെ ചില കാര്യങ്ങൾ ആ കാര്യം കഹാവത്ത് കെ ചന്ദ് അൽഫാസ് കഹാവത്തിലുള്ള പഴഞ്ചൊല്ലിലുള്ള ചില ലഫ്സുകൾ. ഇപ്പോൾ എന്താണ്, കിട്ടാത്ത മുന്തിരി പുളിക്കും. കിട്ടാത്ത അപ്പോൾ കിട്ടിയില്ല. മുന്തിരി എന്താ കിട്ടാത്ത? മുന്തിരി നല്ല രസമുള്ള സാധനമാണ്. അത് പുളിക്കും എന്ന് പറഞ്ഞാൽ മുന്തിരി ചിലപ്പോൾ ചിലത് നല്ലതുണ്ടാവും, ചിലത് പുളിക്കുണ്ടാവും. അപ്പോൾ അങ്ങനെ അതിൻ്റെ ചില ലഫ്സുകൾ, കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറഞ്ഞ മാതിരി അങ്ങനത്തെ ആ പഴഞ്ചൊല്ലുള്ള ലഫ്സുകൾ, അതാണ് കഹാവത്ത് കെ പഴഞ്ചൊല്ലുള്ള ചന്ദ് അൽഫാസ് ചില പദങ്ങൾ ഓ ബാത്ത് ബയാൻ കർ ദേത്തെ ഹേ, ആ കാര്യം വ്യക്തമാക്കുന്നു. ജിസ്കെ ലിയേ അതിനു വേണ്ടി ഈ സഫഹാത്ത് കി സറൂറത്ത് ഹോ സക്തി ഹേ, ഒരുപാട് പേജുകളുടെ അത്യാവശ്യം ഉണ്ടാകുന്നു. അതായത് ഇപ്പോൾ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറഞ്ഞാൽ അതൊരു കാര്യം നമുക്ക് ഒരുപാട് പരിശ്രമത്തിൻ്റെ ശേഷം പിന്നെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ആ കിട്ടാത്ത സാധനത്തിൽ നമ്മൾ എന്തെങ്കിലും കുറ്റം പറഞ്ഞ് കണ്ടെത്തും. അപ്പോൾ ആ ഒരുപാട് ഈ കാര്യം ഇപ്പോൾ ഞാൻ വളരെ ചുരുക്കി പറഞ്ഞതാണ്. അപ്പോൾ ഈ കാര്യം ഒരുപാട് പേജുകൾ വിശദീകരിക്കാനുള്ള ആ ഒരു കാര്യത്തിനെ നമുക്ക് എന്ത് ചെയ്യാം, കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറഞ്ഞ ഒരൊറ്റ പഴഞ്ചൊല്ലിൽ ഉൾക്കൊള്ളിക്കാം. അതാണ് ഇവിടെ പറഞ്ഞത്. കഹാവത്ത് കെ ചന്ദ് അൽഫാസ് വോ ബാത്ത് ബയാൻ കർ ദേത്തെ. പഴഞ്ചൊല്ലുള്ള ഈ അല്പം ലഫ്സുകളെ ഒരു കാര്യം വ്യക്തമാക്കി തരുന്നു. എന്ത് കാര്യമാണ്? ജിസ്കേലി ആ കാര്യം ഈ സഫാത്ത് കി സറൂറത്ത് ഹോ സക്തി ഹേ, അത് നമുക്ക് വ്യക്തമാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ഈ സഫഹാത്ത് ഒരുപാട് പേജുകളുടെ സറൂറത്ത് ഹോ സക്തി ഹേ, അത്യാവശ്യം ഉണ്ടാകുന്നു എന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം നമുക്ക് വ്യക്തമാക്കി തരൂ. എന്തുകൊണ്ട്? ഈ ചെറിയ ഒരു പഴഞ്ചൊല്ലുകൊണ്ട്. ഹർ കഹാവത്ത് ഇൻസാനി തജ്രിബെ കാ നിച്ചോട് പേശ് കർത്തി ഹേ. എല്ലാ പഴഞ്ചൊല്ലുകളും ഇൻസാനി തജ്രിബേക്ക, മനുഷ്യൻ്റെ എക്സ്പീരിയൻസിൻ്റെ, മനുഷ്യൻ്റെ അനുഭവങ്ങളുടെ നിച്ചോട് എന്ന് പറഞ്ഞാൽ സാരാംശം, മൊത്തത്തിലുള്ള ചുരുക്കം, ചുരുക്കം പേശ് കർത്തി ഹേ, നമുക്കിവിടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു, പ്രസൻറ്റ് ചെയ്യുന്നു. പേശ് കർണാൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക, പ്രസൻറ്റ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. പിന്നെ ബച്ചോ, കുഞ്ഞുങ്ങളെ, ഈ സബക് മേ, ഈ പാഠത്തിൽ ആപ്പ് ദോ കഹാവത്തേം പഠേങ്കെ, നിങ്ങൾ രണ്ട് പഴഞ്ചൊല്ലുകൾ പഠിക്കും. ഒന്ന് അങ്കൂർ ഖട്ടെ ഹൈ, മുന്തിരി കയ്പുള്ളതാണ്, മുന്തിരി പൊളിച്ചതാണ്. അവർ ബന്ദർ ബാണ്ട്, കുരങ്ങൻ്റെ വിഹിതം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടുള്ള അതൊന്ന് വായിച്ച് നോക്കുക. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിന് അർത്ഥം പറയാം. अंगूर खट्टे हैं, कोशिश के बाद जब कोई चीज़ न मिल सके तो शर्मिंदगी मिटाने के लिए इसमें आइब निकालना.
നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മൊത്തത്തിൽ ആശയം. ഒരുപാട് പരിശ്രമത്തിൻ്റെ ശേഷം എന്തെങ്കിലും വസ്തു നമുക്ക് കിട്ടിയില്ലെങ്കിൽ അതിലുള്ള ലജ്ജ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ വസ്തുവിൽ എന്തൊക്കെയോ ഇവിടെ കിട്ടിയിട്ടും കാര്യമില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് വല്ല കൈസലാവും അല്ലേ. അതിനാണ് കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറയുന്നത്. ഓക്കെ. ബാസ് ജാൻവർ अपनी खसूसियात के लिए मशहूर है. मिसाल के तौर पर शेर की बहादुरी, घोड़े की वफादारी, लोमड़ी की चालाकी, बंदर की होशियारी. അപ്പോൾ ഇതൊക്കെ അതായത് ഓരോ മൃഗങ്ങളും അവയുടേതായിട്ടുള്ള ഇത് ഞാൻ മൊത്തത്തിൽ അർത്ഥം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിന് വെക്കുക. മൊത്തത്തിലുള്ള ആശയം പറയാൻ ഓരോ മൃഗങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ഓരോന്നിൻ്റെ പ്രത്യേകതയോടെ പറഞ്ഞു. ഏക് ദിൻ ഏക് ലോമടി അപ്പിനി ഓസാക്കി തലാസ്മേ നിക്കലി. ഒരു ദിവസം ഒരു കുറുക്കൻ തൻ്റെ ഭക്ഷണം തേടി പുറപ്പെട്ടു. സാരാ ദിൻ ഗുംത്തെ പിർത്തേരയെ, എല്ലാ ദിവസം മുഴുവൻ ചുറ്റി കറങ്ങി നടന്നു. കാനേക്കോ കുസ്നമില, വായിക്കാനൊന്നും കിട്ടിയില്ല. ഉസി തലാസ്മേ ഓ ഏക് ബാഗ് മേ പഹുഞ്ച് ഗയി. അങ്ങനെ അന്വേഷിച്ച് അവനൊരു തോട്ടത്തിലെത്തി. ഓക്കെ. അപ്പോൾ ഇൻഷാല്ലാ അങ്കൂർ കട്ടഹ എന്നുള്ള മുതൽ നമ്മൾ അർത്ഥം വെക്കാം. മൊത്തത്തിലുള്ള ആശയം നമ്മൾ ആ പേജ് മുഴുവൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതുവരെയുള്ള അത് നിങ്ങൾ ഒന്നാമത്തെ പാഠം വളരെ ഉഷാറായി വായിച്ച് പഠിച്ചതിന് ശേഷം എനിക്ക് ടെലഗ്രാമിൽ വോയിസായിട്ട് ആദ്യത്തെ 3 വരി മാത്രം അയച്ചു തരണം. ഒരു തെറ്റും അതിലുണ്ടാകാൻ പാടില്ല. എല്ലാവരും ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഇന്നത്തെ ഇത് ഷോർട്ട് എഴുതുകയും വേണം. ഷോർട്ടല്ല എഴുതേണ്ടത്. ഇതിലെ ആദ്യത്തെ 5 വരികൾ, അതായത് അങ്കൂർ കട്ടഹ എന്നുള്ളതെന്ന് എടുത്ത അർത്ഥം വെച്ച വരികൾ മലയാളത്തിൽ ആദ്യം ഉറുദു എഴുതുക, പിന്നെ അതിൻ്റെ അർത്ഥം എഴുതുക. അങ്ങനെ എന്ത് ചെയ്യുക, എഴുതിയതിൻ്റെ ശേഷം അപ്ലോഡ് ചെയ്താൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.